كفاني علم ربي من سؤال. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, എങ്ങനെ ഖുർആൻ കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചികിത്സിച്ച് മാറ്റാം? അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് വീട്ടിൽ ബഖറ ഓതുക എന്നുള്ളത്. അത് കഴിഞ്ഞ തവണ നാം സൂചിപ്പിച്ചതാണ്. അതിനെ തുടർന്ന് ഉള്ള മറ്റ് ഖുർആനികമായ ചികിത്സകൾ എങ്ങനെയൊക്കെ ആകാം? അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, പിശാച് എന്ന് പറയുന്ന ശക്തി ഒരു അദൃശ്യ ശക്തിയാണ്. ചിലർക്ക് അവിടെ നിഴൽ കണ്ട് മറ്റിടത്ത് ഇങ്ങനെ പോകുന്ന പോലെ കണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അത് ശൈത്താൻ്റെ യഥാർത്ഥ രൂപമല്ല. ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കുന്നതോ അല്ലെങ്കിൽ രൂപമാറ്റത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവൻ്റെ ശൈത്താൻ്റെ യഥാർത്ഥ സൃഷ്ടിപ്പിൽ നിന്നും മറ്റ് രൂപങ്ങളിലേക്ക് മാറാൻ അവർക്ക് കഴിയുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഭയപ്പെടുത്തലുകളോ മറ്റൊക്കെ ആകണം. പക്ഷെ അങ്ങനെയുള്ള ശൈത്താനെ നമുക്ക് തള്ളി മാറ്റാനോ ഭീഷണിപ്പെടുത്തി ഓടിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തറവേലകൾ കാണിച്ച് ശൈത്താനെ കുപ്പിക്കകത്ത് കയറ്റാനോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനോ ഒന്നും സാധിക്കുന്നൊരു സംഭവമല്ല. മന്ത്രവാദികൾ അത്തരത്തിലുള്ള പല വിധത്തിലുള്ള ചൂഷണങ്ങളുമായി രംഗത്തുണ്ട്. ഇവിടെ നമ്മൾ തനതായ കൃത്യമായിട്ടുള്ള ഖുർആനികമായ ചികിത്സയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചികിത്സയെ മന്ത്രവാദമെന്ന് പറയാവതല്ല. നമ്മുടെ ചികിത്സയുടെ വ്യക്തമായ പേരാണ്, സാങ്കേതിക പദമാണ് അർ-റുഖിയ്യത്തു ശർഇയ്യ. മതപരമായിട്ട് അനുവദിക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന മന്ത്രം. മലയാളത്തിൽ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം എന്നുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ്. ശരിക്ക് അതിൻ്റെ സാങ്കേതിക പദമായ അർ-റുഖിയ്യത്തു ശർഇയ്യ എന്ന പദം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഈ പിശാചിനെ പിടിച്ചു കെട്ടാൻ, അതിനെ തോൽപ്പിക്കാൻ, അതിനെ നശിപ്പിക്കുവാൻ, അതിനെ ദൂരെയാക്കുവാൻ അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതിന് വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിനോട് കാവൽ തേട്ടമാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് എല്ലാ സന്ദർഭങ്ങളിലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തുടങ്ങുന്നത് സുന്നത്താണ്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ബിസ്മി തുടങ്ങുന്നത് സുന്നത്താണ്. ഇവിടെ എന്തുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ പറയുന്നു? നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയും ശൈത്താൻ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അലസതയും ക്ഷീണവും ഉറക്കമൊക്കെ ഉണ്ടാക്കി നമ്മളെ മടി സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ആ അലസത സൃഷ്ടിക്കുന്നതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഹു. ഏതൊരു കാര്യവും ബിസ്മി കൊണ്ട് ആരംഭിച്ചില്ലെങ്കിൽ അത് പൂർണ്ണമല്ല, അത് ന്യൂനതകൾ ഉള്ളതാണ്. എൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൽ ശൈത്താൻ ഇടപെടും ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ ഔദും ബിസ്മിയും വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. പിശാചിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ആയുധമാണ്. ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ ബഖറ ഓതുന്നു എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതാം, ഖുൽ ഹുവല്ലാഹ് ഓതാം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിന്നാസ്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ബാങ്ക് വിളിക്കാം. പിന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥനകൾ നടത്താം. അതുപോലെ അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഏതും പിശാചിനെ അകറ്റുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സയിൽ മന്ത്രത്തിൽ ഏർപ്പെടാവുന്നതാണ്. ഇവിടെ വളരെ വ്യക്തമായി വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഇതെല്ലാം ചെയ്യുമ്പോഴും ചികിത്സിക്കുന്നത് സാധാരണക്കാരനാകട്ടെ അല്ലെങ്കിൽ ഒരു ചികിത്സകൻ തന്നെ ആകട്ടെ, അവൻ്റെ കഴിവോ ത്രാണിയോ പ്രാപ്തിയോ ഒച്ചയോ ശബ്ദമോ കരുത്തോ കൊണ്ടല്ല ശൈത്താൻ അവിടെ പരാജയപ്പെടുക. മന്ത്രിക്കപ്പെടുന്ന കാരണത്താൽ അള്ളാഹു അതിന് അവസരമൊരുക്കുകയാണ്, ശിഫ നൽകുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തൽബീസ് ഇബ്ലീസിൽ വന്നത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ കുറച്ചും കൂടി അത് പറയുമ്പോൾ ബോധ്യമാവും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ആ സംഭവം വിവരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. كفاني علم ربي من سؤال.